ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ ഏറ്റവും പ്രാഥമികമായ തലത്തിൽ സാധാരണ ഒരു ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന വ്യക്തി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് കഴിയണം, എന്തൊന്നും ചെയ്യരുത്, ഈ ഒരു ഉപദേശം ഗുരുനാഥൻ നൽകുന്ന ഭാഗമാണ് പഠിക്കുന്നത്. തൻ്റെ അരികെ താമസിച്ച് ശാസ്ത്ര പഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുന്ന, വ്യക്തമായി പറഞ്ഞാൽ സമാവർത്തന സംസ്കാരത്തിന് വിധേയനാകുന്ന വ്യക്തി, അങ്ങനെയുള്ള ശിഷ്യന് ഗുരുനാഥൻ കൊടുക്കുന്ന ഉപദേശമാണ്. അത് നമ്മൾ കുറേ ഭാഗം ചിന്തിച്ചു. ഏറ്റവും പ്രാഥമികമായിട്ട് ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയും എല്ലാവരും പാലിക്കേണ്ടതാണ് ആദ്യം പറഞ്ഞത് സത്യം, ധർമ്മം, സ്വാധ്യായം. ഇത് പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമിയോടല്ല, ബ്രഹ്മചാരിയോടല്ല, എല്ലാവരോടുമായിട്ട് പറയുകയാണ്. സത്യം പറയണം, ധർമ്മം ആചരിക്കണം, സ്വാധ്യായത്തിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. തുടർന്നുള്ള ഉപദേശങ്ങളൊക്കെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളോടുള്ളതാണ്. അതെങ്ങനെ മനസ്സിലായി എന്നാണെങ്കിൽ, ആചാര്യന് പ്രിയമായ ദക്ഷിണയെ സമർപ്പിച്ച് അനന്തരം പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. പ്രജാതന്തു സന്തതി പരമ്പരയാണ്. അപ്പോൾ സന്തതി പരമ്പരയെ ഛേദിക്കാതിരിക്കൂ എന്ന് പറയുമ്പോൾ ആ ഉപദേശം ഗൃഹസ്ഥാശ്രമിയോടുള്ളതാണ്. അത് ബ്രഹ്മചാരിയോടോ വാനപ്രസ്ഥനോടോ സന്യാസിയോടോ വരുന്നതല്ല. അതുകൊണ്ട് ഇനിയുള്ളതൊക്കെ ഗൃഹസ്ഥാശ്രമിക്ക് വിശേഷമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്, വളരെ വിശദമായിട്ട്. ഏതെങ്കിലും ഭാഗം വീണ്ടും പറയേണ്ടതുണ്ടെങ്കിൽ മാത്രം ചോദിക്കുക, അറിയുന്നതാണെങ്കിൽ പറയും. സത്യത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, ധർമ്മത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, നിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ പ്രമാദം ചെയ്യരുത്, ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, സ്വാധ്യായം, പ്രവചനം എന്നുവെച്ചാൽ അവനവൻ്റെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക, അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, പിതൃയജ്ഞം, ദേവയജ്ഞം തുടങ്ങിയവയിൽ നിന്ന് പ്രമാദം ചെയ്യരുത്. പിതൃയജ്ഞവും ദൈവയജ്ഞവും നിത്യവും അനുഷ്ഠിക്കണം. പിന്നെ അമ്മ, അച്ഛൻ, ആചാര്യൻ, അതിഥി, ഇവർ ആർക്ക് ദേവനാണോ നീ അങ്ങനെയുള്ളവനായി തീരണം. അമ്മയാണ് ദൈവം, അച്ഛനാണ് ദൈവം, ആചാര്യനാണ് ദൈവം, അതിഥിയാണ് ദൈവം. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിക്കണം.
പിന്നീട് പറഞ്ഞു, ശ്രേഷ്ഠങ്ങളാണെന്ന് നിനക്കറിയുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണോ അത് നീ ചെയ്തോളൂ, അല്ലാത്തവയെ നീ ചെയ്യരുത്. ഇത് ഒരു സാമാന്യ വ്യക്തിയോട് പറയുകയാണെങ്കിൽ അർത്ഥശൂന്യമായ ഉപദേശമാണ്. കാരണം എന്താണ് ശ്രേഷ്ഠം, എന്താണ് ശ്രേഷ്ഠമല്ലാത്തത് എന്ന് അയാൾക്കറിയില്ല. എന്നാൽ പൂർണ്ണമായി സാംഗം വേദം പഠിച്ച വ്യക്തിയോടാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്ര പറഞ്ഞാൽ മതി. നമുക്ക് ഇതൊക്കെ വിശദമായി വ്യാഖ്യാനിച്ചതാണ്. ഇവിടെ സംശയം ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. യാനി അനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി. ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങൾ എന്താണോ അവയെ നീ ചെയ്താലും അല്ലാത്തവയെ ചെയ്യരുത്. യാനി അസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി. അത് പറഞ്ഞില്ലേ? പറഞ്ഞു. ഞങ്ങളുടെ ഗുരുജനങ്ങളുടെ ശ്രേഷ്ഠങ്ങളായ ആചാരങ്ങൾ എന്തൊക്കെയാണോ, ആചരണങ്ങൾ എന്തൊക്കെയാണോ അവയെ നീ ചെയ്തോളൂ, അല്ലാത്തവയെ നീ ചെയ്യരുത്. ഇപ്പോൾ ഗുരുനാഥന്മാരുടെ തെറ്റായ ശീലങ്ങളെ നീ ചെയ്യരുത്. അവിടെ ഗുരുനാഥൻ തെറ്റായ ശീലം ചെയ്യുന്നു എന്നർത്ഥമില്ല. നിന്റെ ദൃഷ്ടിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നീ അത് ചെയ്യാതിരുന്നാൽ മതി എന്നർത്ഥം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഉപദേശം പറഞ്ഞു. നമ്മേക്കാൾ ശ്രേയസ്സുള്ള വിദ്വാൻമാർ ഉണ്ടാവും, അവരെയൊക്കെ നീ ബഹുമാനിക്കണം, പൂജിക്കണം. ഇതാണ് നമ്മൾ അവസാനം ചിന്തിച്ച ഭാഗം. ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഹിന്ദുധർമ്മം ലോകം മുഴുവൻ വലിയൊരു ഉണർച്ചയെ നേടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ സന്തോഷമാണ് പലതും കാണുമ്പോൾ. പക്ഷെ അതേ സമയത്ത് പലപ്പോഴും നമ്മൾ വിഭാഗം തിരിഞ്ഞ് ഒരു ഗുരുവും കുറേ ശിഷ്യന്മാരും, അല്ലെങ്കിൽ ഒരു ആശ്രമം, അങ്ങനെ ഒരുതരം സെക്ടേറിയൻ രീതിയിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. ഇവിടെ വരുന്നവർ അവിടെ പോകാൻ പാടില്ല, അവിടെ പോണവർ ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെയുള്ള മട്ടിൽ. ഇത് വലിയൊരു അധഃപതനമാണ്. അവിടെയാണ് ഗുരുനാഥൻ്റെ ഈ ഉപദേശത്തിൻ്റെ പ്രസക്തി, പ്രാധാന്യം. ഏകേ ചാസ്മശ്രേയാംസോ ബ്രാഹ്മണാഃ തേഷാം ത്വയാസനേന പ്രശ്വസിതവ്യം എന്ന്. ഏകേ യാവരാണോ അസ്മശ്രേയാംസഃ ബ്രാഹ്മണാഃ, നമ്മേക്കാൾ ശ്രേയസ്സുള്ള ബ്രാഹ്മണന്മാർ യാവരാണോ, തേഷാം ത്വയാ ആസനേന പ്രശ്വസിതവ്യം, അവരെ ആസനപ്രദാനം തുടങ്ങിയവ ചെയ്ത് നീ ആശ്വസിപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, ഇതുവരെയല്ലേ പറഞ്ഞേ? ഇതുവരെയാണ് പറഞ്ഞത്. ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം സംവിദാദേയം. ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം സംവിദാദേയം. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭൂത്യൈ ന പ്രമദിതവ്യം എന്ന്. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്തൊക്കെ ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറാൻ പാടില്ല, നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത്? എന്താ ഐശ്വര്യത്തിനായിക്കൊണ്ട് ചെയ്യുക? നല്ലോണം അധ്വാനിക്കുക, അല്ലാണ്ട് എന്താ? നല്ലോണം പണിയെടുക്കുക. അവനവൻ്റെ പണി ഏതാണോ, ഏത് മേഖലയിലാണോ അത് നല്ലോണം ചെയ്യുക. അതാണ് ഐശ്വര്യത്തിന് വേണ്ടത്. സൽക്കർമ്മങ്ങളെ ചെയ്യുക, പരമാവധി സൽക്കർമ്മങ്ങളെ ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പം പരമാവധി സൽക്കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും അതുപോലെ തൻ്റെതായ കർമ്മങ്ങളെ കുശലതയോടുകൂടി ചെയ്യുകയുമാണ് ഐശ്വര്യത്തിന് വേണ്ടത്. വേറെന്താ? വേറെ വല്ലതും അറിയുക?
സാധാരണ ഈ ശാസ്ത്രങ്ങളൊന്നും പഠിക്കാത്തവർ തന്നെ പറയാറുണ്ട്, നീ നിന്റെ പണി നോക്കുക, അത് മാത്രം മതി, വേറൊന്നും വേണ്ട, ജീവിതം നന്നാവാൻ വേറൊന്നും വേണ്ട. നമ്മൾ നമ്മളെ പണിയെടുക്കുക. നമ്മൾ പലപ്പോഴും നമ്മളെ പണിയല്ല എടുക്കുക, മറ്റുള്ളവരുടെ പണിയാണ്. അവിടെയാണ് കുഴപ്പം. മറ്റുള്ളവർ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നു. അതാണ് വിഹിത അകരണം, അവിഹിത കരണം. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, ചെയ്യരുതാത്തത് ചെയ്യുക. ഇത് ഒഴിവാക്കിയാൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. അപ്പം ഭൂത്യൈന പ്രമതിതവ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും സമ്പന്നതയെ ആർജിക്കണം, പണം സമ്പാദിക്കണം, സ്വത്ത് സമ്പാദിക്കണം, പണം സമ്പാദിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഇത് വലിയ തെറ്റിദ്ധാരണ വന്നിട്ടുള്ള വിഷയമാണ് ഹിന്ദു സമൂഹത്തിൽ. നമ്മളോട് മുത്തശ്ശനും മുത്തശ്ശി അമ്മയൊക്കെ പറഞ്ഞു, നീ പണത്തിനൊന്നും ആഗ്രഹിക്കണ്ട, പണം ആളെ കൊല്ലിയാന്ന് പറഞ്ഞു. അതെ, ഏതെങ്കിലും ആധ്യാത്മിക പ്രവചനത്തിനോ സത്സംഗത്തിനോ ഏതെങ്കിലും അമ്പലത്തിൽ പോയാൽ അവിടെ വന്ന് സന്യാസി പ്രസംഗിക്കും. എന്താ പ്രസംഗിക്കുക? പണത്തിനൊന്നും ആഗ്രഹിക്കരുത്. അങ്ങനെ ഹിന്ദു സമൂഹം ഒരു വഴിക്ക് ആയിപ്പോ. വേദവിരുദ്ധമാണത്, ശാസ്ത്രവിരുദ്ധമാണ്. പരമാവധി ധനം സമ്പാദിക്കൂ, പരമാവധി സ്വത്ത് സമ്പാദിക്കൂ എന്നുള്ളതാണ് വേദം പറഞ്ഞത്. വേദവിരുദ്ധമായിട്ട് ആധ്യാത്മിക പ്രഭാഷകർ പറയുന്നതിന് വേദം എന്ത് ചെയ്യും? നോക്കൂ, നിത്യവും പാരായണം ചെയ്യണം എന്ന് വിധിക്കപ്പെട്ട ഒരു വേദ സൂക്തമാണ് ശ്രീരുദ്രം. അനേക സൂക്തങ്ങളുണ്ട് അതിൽ, ശ്രീരുദ്രം എന്ന ഭാഗം. അതിലൊരു അധ്യായം മുഴുവൻ ചമകമാണ്. ഒരധ്യായം മുഴുവൻ ചമകമാണ്. നമ്മൾ പൊതുവെ ഇതൊന്നും വായിക്കുകയില്ല. പകരം നമ്മൾ അമ്പലത്തിൽ ഷീട്ടാക്കും. 100 രൂപ ശ്രീരുദ്രം കഴിഞ്ഞു, നമ്മളെ പണി കഴിഞ്ഞു. എന്നിട്ട് ഷീട്ട് വാങ്ങി പോയാൽ പ്രസാദവും കിട്ടും. അവിടെ എന്ത് ചെയ്തോ ചെയ്തില്ലേ നമുക്കറിയില്ല. അപ്പം എന്താ അവിടെ ശ്രീരുദ്ര ചൊല്ലേണ്ടത്? ശ്രീരുദ്രം ചൊല്ലിയിട്ട് ധാര ചെയ്യണം, അഭിഷേകം ചെയ്യണം എന്ന് വിചാരിച്ചോളൂ. അതിൽ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണിത്, ചമകം. എന്തുകൊണ്ടാണ് ചമകം എന്ന് വിളിക്കുന്നേ? ഓരോ മന്ത്രവും ച മേ ച മേ ച മേ എന്നാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ചമകം എന്ന് പേര് വന്നത്. ചമേ ചമേ എന്ന് പറഞ്ഞാൽ അതും എനിക്ക്, അതും എനിക്ക്, അതും എനിക്ക്. മേ എന്ന് പറഞ്ഞാൽ എനിക്ക്. എന്തൊക്കെയാ എനിക്ക്? എനിക്ക് പണം വേണം, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് സ്വർണം വേണം, വെള്ളി വേണം, രത്നം വേണം, പശുക്കളെ വേണം, ആടുകളെ വേണം, കുതിരകളെ വേണം, രോമമുള്ള പശുക്കളെ വേണം, മക്കൾ വേണം, മക്കൾ വേണം, മക്കൾ വേണം. എന്തൊക്കെയാ 300 ചില്ലുവാൻ ആഗ്രഹങ്ങളാണ്. 300 ചില്ലുവാൻ ആഗ്രഹങ്ങൾ. ചെറുപ്പത്തിലെ ഇങ്ങനെ ആഗ്രഹിക്കാൻ ശീലിച്ചാൽ നമ്മൾ മടിയന്മാരോ മന്ദന്മാരോ ആവുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല. ചെറുപ്പത്തിൽ എനിക്ക് പണം വേണം എന്ന് ആഗ്രഹിച്ചാൽ പണത്തിനായിക്കൊണ്ട് പണിയെടുക്കും. എനിക്ക് കുതിര വേണം, എനിക്ക് ആന വേണമെന്ന് ആഗ്രഹിച്ചാൽ കുതിരയെയും ആനയെയും കിട്ടാൻ വേണ്ടി പണിയെടുക്കും. ചെറുപ്പത്തിലെ അങ്ങനെ ആഗ്രഹിക്കാനാണ് നമ്മളോട് ആചാര്യന്മാർ പറഞ്ഞു തന്നത്. ശാസ്ത്രം പഠിക്കാത്ത നമ്മുടെ മുത്തശ്ശി നമ്മുടെ അമ്മയൊക്കെ ആയപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു? അയ്യോ ആഗ്രഹിക്കരുതേ പറഞ്ഞു. എന്തോ ഒരു കുറച്ചിൽ. അങ്ങനെ ആഗ്രഹമില്ലാത്തൊരു സമൂഹമായി നമ്മളെ തീർന്നു. ആഗ്രഹമില്ലേ, അത് ഉള്ളിലുണ്ട് കാര്യം. അപ്പം ദ്വന്ദ്വം വളരും. അപ്പം കൃത്രിമത്വം കാണിക്കും. ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, പുറത്തില്ല എന്ന് കാണിക്കും. കപട ജീവിതം നയിക്കും. ഇങ്ങനെ കാപട്യമാണ് പൊതുവെ നമ്മുടെ ഒരു മുതൽക്കൂട്ടി. ഇന്ന് ഇത് മാറിയേ മതിയാവും. സമ്പന്നതയെ ആർജിക്കണം. ഏത് സമൂഹമാണോ ഏത് വ്യക്തിയാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. അതിൽ സന്ദേഹമില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലെ ഈ സന്ദേശം കൊടുക്കണം. ഭൂത്യേന പ്രമതിതവ്യം. എന്നാൽ അതിൻ്റെ ഒന്നിച്ച് പറയുകയാണ് ശ്രദ്ധയാ ദേയം. ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പം നേരത്തെ സ്വത്ത് സമ്പാദിക്കണം എന്ന് പറഞ്ഞു. സമ്പാദിക്കാനുള്ള അതേ ഉത്സാഹം ദാനം ചെയ്യാനും വേണം.
എത്ര ഉത്സാഹത്തോടു കൂടി നീ സ്വത്ത് സമ്പാദിക്കുന്നോ, പണം സമ്പാദിക്കുന്നോ, അതേ ഉത്സാഹത്തോടു കൂടി ദാനം ചെയ്യണം. ദാനം എന്ന് പറഞ്ഞാൽ യഥാശക്തി സംവിഭാഗമാണ്. ശക്തിക്കനുസരിച്ച് വിഭജിക്കലാണ്. നമുക്ക് എന്തൊക്കെ സ്വായത്തമായിട്ടുണ്ടോ അതൊക്കെ നമുക്ക് കിട്ടിയതല്ലേ? എന്നാലോചിച്ച് നോക്കൂ. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ നമുക്ക് കിട്ടിയതാ. കരുത്തുണ്ടോ? കിട്ടിയതാണ്. വിദ്യ ഉണ്ടോ? കിട്ടിയതാണ്. സമ്പത്തുണ്ടോ? കിട്ടിയതാണ്. കിട്ടിയതല്ലാത്ത എന്തെങ്കിലും കോപ്പ് നമ്മുടെ അടുത്തുണ്ടോ? ഈ ശരീരം കിട്ടിയതാണ്, അമ്മയും അച്ഛനും തന്നതാ. അവിടെ നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് കിട്ടിയതാ. കിട്ടിയത് കൊടുക്കാൻ ബാധ്യതയുണ്ട്. കിട്ടിയിട്ടുണ്ടോ? കൊടുക്കണം. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ അത് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഈ വിഭാഗത്തിലാണ്, സംവിഭാഗത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, വ്യവസ്ഥയുടെ നിലനിൽപ്പ്. ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് സംവിഭാഗം ചെയ്യുന്നത് കൊണ്ടാണ്. ആണവിക കണങ്ങളെ വിനിമയം ചെയ്യുന്നത് കൊണ്ടാണ് ഒരു മോളിക്യൂൾ പോലും ഉണ്ടാവുന്നത്. ചിന്തിക്കുക. ഒരു തന്മാത്ര, ഒരു മോളിക്യൂൾ രൂപപ്പെടുന്നത് ഈ ദാനം കൊണ്ടാണ്. കാറ്റ് വീശുന്നത്, പുഴയൊഴുകുന്നത് ദാനം ചെയ്യുക. അല്ലെന്ന് ആലോചിച്ച് നോക്കൂ. ഉയർന്ന സ്ഥലത്തുനിന്ന് താണ സ്ഥലത്തേക്ക് ഒഴുകുകയാണ്. കാറ്റ് വീശുന്നത് മർദ്ദം കൂടിയെടുത്ത് കുറഞ്ഞെടുത്തേക്ക് പോവുകയാണ്. എല്ലാം നമുക്ക് വെളിച്ചം കിട്ടുന്നത് സൂര്യൻ ദാനം ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് മുഴുവൻ ദാനത്തിൽ അധിഷ്ഠിതമാണ്. ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യൂ. ഏത് വിഭവമാണോ തനിക്ക് കൈവശമുള്ളത് അത് ശ്രദ്ധയോടുകൂടി പങ്കുവയ്ക്കൂ സമൂഹവുമായിട്ട്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരു ശാസ്ത്ര വാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ്. ഗുരുവാക്യത്തിലും ശാസ്ത്രവാക്യത്തിലുമുള്ള സത്യത്വ ബുദ്ധിയാണ് ശ്രദ്ധ. ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യും. കർത്തവ്യമാണെന്ന് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, കർത്തവ്യമാണെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടത് ചെയ്യേണ്ടതാണ് എന്ന ഭാവനയോടുകൂടി ദാനം ചെയ്യും. ശ്രദ്ധയാദേയം. സാധാരണഗതിയിൽ ഒരാളുടെ അടുത്ത് 10 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 2 രൂപ ദാനം ചെയ്തു എന്ന് വിചാരിക്കുക. 10 - 2 = 20 അഥവാ 30. അതാണ് സത്യം. 10 - 2 = 8. 2 നമ്മൾ ചെലവാക്കിയാൽ 8ആയി കുറയും. പക്ഷെ 2 ദാനം ചെയ്താൽ അത് 20ആയി കൂടും. ദാനേന ധനവൃദ്ധി സ്യാത്. മനുവിന് യാതൊരു സംശയവുമില്ല, ദാനം ചെയ്യുന്നത് കൊണ്ട് ധനത്തിൻ്റെ വൃദ്ധി ഉണ്ടാവും. ഇത് വിശ്വാസമില്ലാത്ത വിഭാഗത്തിൻ്റെ പേരാണ് ഹിന്ദു എന്നത് പൊതുവെ. കാരണം നമ്മളെ സംബന്ധിച്ച് 10 - 2 = 8. മുസ്ലിം സമൂഹമാണ് ഇതിൽ വളരെ ശ്രദ്ധയോടുകൂടി 10 - 2 = 20. അവരങ്ങനെ ആവണമുണ്ട്, അടിക്കടി വെച്ച് കയറുന്നുണ്ട്. സത്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കുക. ഇതിൽ വിശ്വാസമില്ലാത്തവർ ഹിന്ദുക്കൾ. അതുകൊണ്ട് 8ആവും, 6ആവും, 4ആവും, 2ആവും, അവസാനം ഒന്നും ഉണ്ടാവുകയില്ല. നമ്മളെ സമൂഹത്തിൽ വളരെ പ്രഭാവം ചെലുത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്, വളരെ മാതൃകാപരമായി നിലനിൽക്കുന്ന സ്ഥാപനമാണ്, നമുക്കൊക്കെ അറിയാം, കോട്ടക്കൽ ആര്യവൈദ്യശാല. 100 കണക്കിന് ബ്രാഞ്ചുകൾ, മറ്റ് സെൻറ്റേഴ്സ്, യൂണിറ്റുകൾ, കോടിക്കണക്കിന് വാർഷിക വരുമാനം,
ആയിരക്കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്നു. PS വാര്യർ സ്ഥാപകൻ, അതിന് മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്ന കാലഘട്ടത്തിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് വരികയാണ്. സ്ഥാപനം നഷ്ടത്തിലാണ്, വലിയ നഷ്ടമാണ്. ഇപ്പം ലാഭത്തിലിരുന്ന സ്ഥാപനം നഷ്ടത്തിലായപ്പോൾ ജനറൽ മീറ്റിങ്ങിൽ അത് അവതരിപ്പിക്കണം. അതിനുവേണ്ടി ഓരോരുത്തർ പണിയെടുക്കുകയാണ്. എന്താ ചെയ്യുക, എങ്ങനെയാണ് PS വാര്യർ എന്തൊക്കെയാണ് പറയാമെന്നറിയില്ല. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പണിപ്പെട്ട് കണക്കുകൾ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുകയാണ്, എങ്ങനെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യേണ്ടതെന്ന്. ഒരു രക്ഷയില്ല, നഷ്ടമാണ്. മീറ്റിംഗായി, ഇത്ര ലക്ഷം നഷ്ടമാണ്. ഇന്നത്തെ കാലത്തല്ല, ഓർമ്മിക്കുക, PS വാര്യരുടെ കാലം എത്ര മുമ്പാണ്. അപ്പം അപഗ്രഥിച്ചപ്പോൾ പലരും ചെലവ് നമുക്ക് എവിടെയൊക്കെ കൂടിയിട്ടുണ്ട്, വരവ് എവിടെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഇതാണല്ലോ സാധാരണ നോക്കുക. നഷ്ടമാകുമ്പോൾ എവിടെയൊക്കെ വരവ് കുറഞ്ഞു, എവിടെയൊക്കെ ചെലവ് കൂടി, അത് രണ്ടും കൺട്രോൾ ചെയ്യണം എന്നുള്ള ആലോചനയാണ്. ആ ചർച്ച നടക്കുമ്പോൾ നിർത്താൻ പറഞ്ഞു PS വാര്യർ. ഇത് കഥയല്ല, ഉണ്ടായ സംഭവമാണ്. ഇത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. PK വാര്യർ തന്നെയാണ് നേരിട്ട് നമ്മളോട് ഈ കാര്യം പറഞ്ഞത്. നിർത്തൂന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ബാക്കി നോക്കണതൊക്കെ നിർത്തി വയ്ക്കുക, ദാനം ചെയ്യണത് കുറഞ്ഞോ നോക്കൂ, ദാനം ചെയ്യണതിൽ എന്തെങ്കിലും കുറവ് വന്നോ എന്നൊന്ന് പരിശോധിക്കൂ, എന്നിട്ട് മുന്നോട്ട് പോയാൽ മതി. കുറവുണ്ട്, വളരെ കുറഞ്ഞിട്ടുണ്ട്, കാരണം വരുമാനം കുറഞ്ഞുകൊണ്ട് ദാനം നാളെ തൊട്ട് അത് ശരിയാക്കുക. അദ്ദേഹം ബില്ലെഴുതിയ സമയത്ത് അവസാനം നിർബന്ധമായി ഇത്ര ശതമാനമെങ്കിലും ദാനം ചെയ്തിരിക്കണമെന്ന് വ്യവസ്ഥ വെച്ചു. അതുകൊണ്ട് ട്രസ്റ്റിന് ഇപ്പോഴും അത് ചെയ്തേ മതിയാവും, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മാനിച്ചേ മതിയാവും. ഇത് കഥയല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വയം അനുഭവിക്കേണ്ടുന്ന വിഷയമാണ്. ശ്രദ്ധയാ ദേയം. ഇപ്പോൾ ഗുരുശാസ്ത്ര വാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയോടുകൂടി നീ ദാനം ചെയ്യേണ്ടതാകുന്നു. നിശ്ചിതമായൊരു പങ്ക് ദാനത്തിന് മാറ്റിവെക്കണം. നമുക്ക് എന്ത് വരുമാനമാണോ, എത്ര ചെറിയ വരുമാനമാണോ, അതിലൊരു പങ്ക് മാറ്റിവെക്കണം. അശ്രദ്ധയാ അദേയം. ശ്രദ്ധയാ ദേയം എന്ന് പറഞ്ഞ ആചാര്യൻ തൊട്ടടുത്ത വാക്ക് പറയുകയാണ്, അശ്രദ്ധയാ അദേയം. ശ്രദ്ധയില്ലാതെ ദാനം ചെയ്യരുതേ. ഇവിടെ ഒരു പ്രശ്നം വരും, എനിക്ക് ശ്രദ്ധയില്ല, അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യണ്ട എന്നൊരു നിർണയത്തിലേക്ക് നമ്മൾ എത്തും. അല്ലേ, ശരിയല്ലേ? എനിക്ക് ശ്രദ്ധയില്ല, അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യണ്ട, ഞാൻ ദാനം ചെയ്യുന്നില്ല. എന്താണോ നീ ദാനം ചെയ്യാത്തത്? എനിക്ക് ശ്രദ്ധയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്, അശ്രദ്ധയാ അദേയം, ശ്രദ്ധയാ ദേയം എന്നാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് ആ നിഗമനത്തിൽ എത്താമായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ശ്രദ്ധയാ ദേയം അശ്രദ്ധയാ അദേയം എന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യം ദാനം ചെയ്യണം എന്ന് നിർബന്ധമായി പറഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്യാതിരിക്കാൻ വകുപ്പ് ഇല്ല. അപ്പം നീ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം, ഒരിക്കലും അശ്രദ്ധയോടുകൂടി ചെയ്യരുതേ. പൂർണ്ണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്യണം, അതില്ലാതെ ചെയ്യരുതേ. പലപ്പോഴും നമ്മൾ ദാനം ചെയ്യുമ്പോൾ ദാനം ചെയ്യുന്ന ആൾ കേമൻ, ദാനം സ്വീകരിക്കുന്ന ആൾ എന്തോ ഒരു മോശക്കാരൻ എന്നുള്ളൊരു ഭാവം നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത്, ആരും ആർക്ക് മീതയുമല്ല, ആർക്ക് കീഴെയുമല്ല. ഒരു മേഖലയിൽ നിനക്ക് കഴിവുണ്ടെങ്കിൽ മറ്റൊരു മേഖലയിൽ വേറൊരാൾക്ക് കഴിവുണ്ടാവില്ല. കുറച്ച് കുട്ടികളെടുത്ത് നമ്മൾ 2-3 പേര് ഇരിക്കുന്നു. നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ഒരു മറ്റേ കുട്ടികളെല്ലാവരും ഇംഗ്ലീഷാണ്. നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്ക് അത്ര ഇംഗ്ലീഷ് ഭാഷ വശമില്ല. അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ ഒപ്പിക്കും, പക്ഷെ അതൊക്കെ തെറ്റൊക്കെയാവും, ഭാഷ അത്ര വശമില്ല.
അപ്പം ഈ കുട്ടികൾക്ക് ഒരു പുച്ഛം പോലെ, അരെ ഇംഗ്ലീഷ് അറിയാത്ത ആളൊരു മോശക്കാരനാണെന്നുള്ള മട്ടിലുള്ള ഒരു പെരുമാറ്റം ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി. കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതുവരെ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാനും ഈ വ്യക്തിയായിട്ട് നല്ല ശുദ്ധ മലയാളത്തിൽ പറയാൻ തുടങ്ങി. ശുദ്ധ മലയാളം ഇവർക്ക് മനസ്സിലാവില്ല, ഭൂരിഭാഗം പേർക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹിന്ദിയിൽ സംസാരിച്ചു. ഹിന്ദി ഇവർക്ക് ഒട്ടും അറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിന് അത്ര സംസ്കൃതം അറിയില്ല, എന്നാലും തട്ടിമുട്ടി ഒപ്പിക്കും, അറിയാത്ത ആളുടെ മുമ്പിൽ കേമ. അപ്പം ഞങ്ങൾ സംസ്കൃതത്തിൽ സംസാരിച്ചു. അത് ഇദ്ദേഹം ഒരു വാദ്യവിശാരദനാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇയാളോട് 1-2 തരം വാദ്യങ്ങൾ ഒന്ന് കുട്ടികളെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇയാൾ പല രീതിയിൽ ചെണ്ട സാധാരണ അസുരം എന്നൊക്കെ പറയണതാ, അസുരമൊന്നുമല്ല, നല്ല ദൈവമായിട്ടുള്ള വാദ്യം തന്നെ വായിച്ചു ചെണ്ടയിൽ. കുട്ടികളുടെ വേറെ ഒന്നും പറയേണ്ടി വന്നില്ല, അവർക്ക് മനസ്സിലായി. കാരണം അവർക്കാകെ ഒരു ഭാഷയെ അറിയുള്ളൂ. ഏത്? അവർക്കൊരു ഭാഷയെ അറിയുള്ളൂ, ഇംഗ്ലീഷ്. എന്നിട്ട് ഇംഗ്ലീഷ് അറിയാത്ത ആളോട് പുച്ഛം. എന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു തരം അടിമത്തത്തിൻ്റെ ശേഷിപ്പാ, തീർത്തും അടിമത്തത്തിൻ്റെ ശേഷിപ്പാ. നമുക്കൊക്കെ എത്ര ഭാഷ അറിയാം ഇല്ലേ? എങ്ങനെയാലും മലയാളികൾ ഒരു 3 ഭാഷയൊക്കെ ഒപ്പിക്കും എന്തായാലും, ഇല്ല? എന്താ അഭിപ്രായം? ഇപ്പം ഏത് ഗ്രാമത്തിലും ഹിന്ദി പറയും, ഏത് ഗ്രാമത്തിലുള്ളവരും ഇപ്പോൾ ഹിന്ദി പറയും. കാരണം നമ്മൾ അധ്വാനശീലം കൊണ്ടാണത്. നമ്മുടെ അധ്വാനശീലം കൊണ്ട് എല്ലാ ജോലിയും നമ്മൾ വളരെ വ്യക്തമായി കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഹിന്ദി നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആസാമീസും ഒരുവിധമൊക്കെ പറയുന്നുണ്ട്. നാളെ എറണാകുളത്ത് പോയപ്പോൾ അവിടെ നല്ല ആസാമീസൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളൊരാളെക്കുറിച്ച് ആരെക്കുറിച്ചെങ്കിലും അയാൾക്കൊന്നും ഇല്ല, അയാളൊന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ 1000 വിഷയങ്ങളിൽ നമ്മളെക്കാൾ കേമനായിരിക്കും. നമുക്കാകെ ഒന്നേ ഉണ്ടാവുള്ളൂ, കുറേ പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. മര്യാദയ്ക്കൊന്ന് കഴിക്കാൻ പറ്റുമോ? ചായയിൽ മധുരം ഇടണ്ട കേട്ടോ. എന്താണ്? പ്രമേഹ, അതിൽ എണ്ണ അധികം വേണ്ട. എന്താ? കൊളസ്ട്രോളാ. ഉപ്പ് കുറയ്ക്കണേ. എന്താ? BP ആ. എടേ പിന്നെ നിനക്ക് കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടായിട്ട് എന്ത് കാര്യമാടേ? അതൊന്ന് ആസ്വദിക്കാൻ കഴിയണ്ടേ? ചിന്തിച്ചു നോക്കൂ. അപ്പം എന്താണ് ഒരാൾ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ? എന്താണ് സമ്പന്നൻ്റെ നിർവചനം? എന്താണ്? ആരാ സമ്പന്നൻ? കുറേ പൈസ ഉണ്ടായ സമ്പന്നാവുമോ? ചിന്തിക്കുക ആരാന്ന്. അതിനുള്ള സൂചനകളായി പറഞ്ഞ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ മികവുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കേമനാണെന്ന് കണക്കാക്കരുത്. മറ്റ് മേഖലകളിൽ എത്രയോ കേമത്തുള്ളവരായിരിക്കും നമ്മുടെ ചുറ്റുപാട്. ഇത് പറയാൻ കാരണം സാധാരണ കൊടുക്കണ സമയത്ത് കൊടുക്കണോ മേപ്പത്തും കിട്ടണോ കീഴ്പ്പെട്ടു എന്നുള്ള ധാരണ ഉണ്ട്. തെറ്റാണ്. യഥാശക്തി സംവിഭാഗം, ശക്തിക്കനുസരിച്ച് വിഭജനം ചെയ്യാം. വ്യക്തമാണല്ലോ? അതുകൊണ്ട് ശ്രദ്ധയില്ലാതെ ചെയ്യരുത്, ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആരാ ഈ പണമൊക്കെ തന്നേ? ആരാ എനിക്ക് ഈ സമ്പത്ത് തന്നേ? ചിന്തിക്കുക. ആരാ എന്നെ ഗർഭത്തിൽ പോറ്റിയത്? ആരാ? ആലോചിച്ചിട്ടുണ്ടോ? സാധാരണ ഗുരുദേവൻ്റെ പിണ്ടനന്ദി ശ്രദ്ധയോടുകൂടി വായിക്കുക. ആരാ ഗർഭത്തിൽ വെച്ച് നമ്മളെ സംരക്ഷിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയാണത്. അമ്മ കൊണ്ടു കിടന്നു, ശരിയാ. അമ്മയ്ക്ക് അമ്മേനെ സംരക്ഷിക്കാൻ പറ്റുമോ? പിന്നെയല്ലേ എന്നെ സംരക്ഷിക്കാൻ പറ്റണം. അമ്മ കൊണ്ട് നടന്നു, പാവം, കഷ്ടപ്പെട്ടു, വളരെ ക്ലേശിച്ച് എന്നെ 280 ദിവസം വയറ്റ് കൊണ്ടു നടന്നു. അത് ശരിയാ. പക്ഷെ സംരക്ഷിച്ചത് അമ്മയല്ല. അമ്മയ്ക്ക് അമ്മയെ സംരക്ഷിക്കാൻ തന്നെ വേറെ പല കഷ്ടപ്പാടുമുണ്ട്. അപ്പോൾ ഓർക്ക് ആരാ തന്നത്? തന്ന ആൾ തന്നെയാണ് ചോദിക്കണമെന്ന് മനസ്സിലാക്കുക.
ആരാണോ തന്നത് അയാളാണ് ചോദിക്കുന്നത്. അഥവാ ചോദിച്ചില്ലെങ്കിലും അർഹിക്കുന്നത് അയാളാണ്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് സദാ വേണം. ഭഗവാനെ നീ തന്നു, നീ തന്നെ ചോദിക്കുക. ആ സമീപനേ പറ്റുള്ളൂ, അല്ലാതെ വയ്യ. അതുകൊണ്ട് ഈ കാഴ്ചപ്പാടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നതും ശ്രദ്ധയോടുകൂടിയായിരിക്കും. നമ്മുടെ ഓരോ വ്യവഹാരവും ഈശ്വരീയമായ ആണെന്ന കാഴ്ചപ്പാടുണ്ടാവും. ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം ശ്രിയാദേയം. ഐശ്വര്യത്തോടുകൂടി ദാനം ചെയ്യണം. ഉപദ്രവം രാവിലെ തന്നെ വന്നിട്ട് എങ്ങനെയാ പണക്കി വിടുക, എന്നാ പിടിച്ചോ കൊണ്ടുപോ എന്നും പറഞ്ഞ് ഒന്നും ചെയ്യരുത്. ഐശ്വര്യത്തോടുകൂടി ഇങ്ങനൊരു അവസരം എനിക്ക് ഉണ്ടായല്ലോ, ഇത് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായല്ലോ എന്നുള്ള ഭാവനയോടുകൂടി ഐശ്വര്യത്തോടുകൂടി വേണം ദാനം ചെയ്യേണ്ടത്. ഹ്രിയാദേയം. ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. ലജ്ജയോടുകൂടി ദാനം ചെയ്യണം. എനിക്ക് ഇത്രയല്ലേ സാധിച്ചുള്ളൂ, ഇത്രയല്ലേ സാധിച്ചുള്ളൂ. നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട് ഈ ട്യൂബ് ലൈറ്റൊക്കെ സപ്ലൈ ദാനം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പേരെഴുതി വെക്കണത് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് ഞാനപ്പോൾ നേരിട്ട് കണ്ടു. ഞാൻ വിചാരിച്ച ആൾക്കാർ തമാശയ്ക്ക് എഴുതി വിടുക എന്നാ. ആ ട്യൂബ് ലൈറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡൊണേറ്റഡ് ബൈ ഇന്നാള് ഇന്നാള് ഇന്നാളുടെ സ്മരണയിൽ ഒരു അല്പവും വെളിച്ചം പുറത്തു വരുന്നില്ല. ഇതിനേക്കാൾ കഷ്ടമാണ് നമ്മൾ ഞാൻ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സരസ്വതിയെ ചവിട്ടിപ്പിക്കും ആൾക്കാരെ കൊണ്ട്. അക്ഷരം സരസ്വതി അല്ലേ? അല്ല, അക്ഷരം സരസ്വതിയാണോ? അല്ല. അതെ, നമുക്ക് ചവിട്ടാൻ വയ്യ. അക്ഷരം കണ്ടു കഴിഞ്ഞാൽ ചവിട്ടാൻ പറ്റില്ല. അക്ഷരം അഥവാ കഷ്ടകാലത്തിന് ചവിട്ടി പോയി കഴിഞ്ഞാൽ അപ്പോൾ അറിയാതെയാണ് തൊട്ട് തലയിൽ വയ്ക്കും. അറിയാതെ, അറിഞ്ഞുകൊണ്ടല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അത് എത്ര വരെ എന്ന് ചോദിച്ചാൽ ഒരു നേരം പോക്കുണ്ടായി. ഒരിക്കൽ ഇപ്പോൾ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഇവിടെ തന്നെ എല്ലാ സെറ്റപ്പിലാണ് പോയത്. ഷൂസ് ഉണ്ട്, ഷോക്സ് ഉണ്ട്, ജാക്കറ്റ് ഉണ്ട്, സെറ്ററുണ്ട്, ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും എടുത്തില്ല. താമസിക്കുന്ന റൂമുകൾക്കുള്ളിലിടാനുള്ള ചെരുപ്പ് എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ചെന്നപ്പോൾ ആദ്യത്തെ പോയ സ്ഥലത്തു നിന്ന് അദ്ദേഹം നല്ലൊരു ചെരുപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് അകത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിയപ്പോഴോ അതിൽ എഴുത്തുണ്ട്, അക്ഷരമുണ്ട്. അയ്യോ, ഇതെങ്ങനെയാണ് ചവിട്ടുക? അത് ചവിട്ടാൻ പറ്റുമോ? അപ്പോൾ വേഗം തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് പരിചയമുണ്ട്, മുമ്പും പോയി താമസിച്ചിട്ടുണ്ട്, ന്യൂയോർക്കിലാണ്. അപ്പോൾ അവിടെ കത്രിക എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം. അവിടെ പോയി അദ്ദേഹം കാണാതെ മെല്ലെ കത്രികയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇതൊക്കെ വെട്ടി ഒക്കെ കളഞ്ഞ് അക്ഷരമൊക്കെ കളഞ്ഞു. അയ്യോ, ഞാൻ സ്വാമിജിക്ക് ഒരു പുതിയ ചെരുപ്പ് വാങ്ങി വെച്ചിരുന്നല്ലോ, അത് എവിടെ വെച്ചൊന്നും ഓർമ്മയില്ലല്ലോ, സ്വാമിജി ഞാൻ തന്നില്ലേ, മാറിപ്പോയോ ഭഗവാനെ? ആകെ ഇദ്ദേഹത്തിന് പരിഭ്രമം. ഞാൻ നിങ്ങൾ എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങളെനിക്ക് ചെരുപ്പ് തന്നുവല്ലോ. അതേ സ്വാമിജി പഴിച്ചു വെച്ചത് നല്ലതല്ല, ഞാൻ തന്നതല്ല ഇത്. ഞാൻ പറഞ്ഞു അത് തന്നെയാണിത്, അതിൻ്റെ ഞാൻ മുറിച്ച് കളഞ്ഞതാണ് എഴുത്തുള്ള ഭാഗം, അതുകൊണ്ട് പഴയതുപോലെ തോന്നിയതാ. ഓ, അത്രയേ ഉള്ളൂ, സന്തോഷം. ഞാൻ പറയണത് നമുക്ക് അത്ര പോലും അങ്ങോട്ട് എഴുത്ത് ചവിട്ടാൻ തോന്നുമോ? എന്താ അഭിപ്രായം? അച്ഛൻ ചവിട്ടി കാണിച്ചാൽ കുട്ടി അതിന് മുകളിൽ കൂടെ തന്നെ കാല് ഉരയ്ക്കും. നേരെ മറിച്ച് അച്ഛനും അമ്മയും അക്ഷരത്തിൽ ചവിട്ടാതിരിക്കുകയും കഷ്ടകാലത്തിന് ചവിട്ടി പോയി കഴിഞ്ഞാൽ തൊട്ട് തലയിൽ വെക്കണതും കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താലോ? ഇന്നിപ്പോൾ വീടുകളിൽ പെയിൻ്റൊക്കെ അടിച്ചാൽ ചവിട്ടാൻ അക്ഷരമുള്ള പേപ്പർ നിവർത്തി കാണാം. ഒരു മടി നമുക്ക് ചവിട്ടാനില്ല, ഒരു മടിയില്ല. വാഹനം സർവീസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അക്ഷരമുള്ളത് ഉണ്ടാവും. ചില ഈ നിലത്തിടണ ഇതൊക്കെ ഉണ്ട്, അതിലൊക്കെ ഉണ്ടാവും ചവിട്ടണത്. എന്നെ ചവിട്ടിക്കോളൂ, വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ വെൽക്കത്തിൻ്റെ മുകളിലാണ് ചവിട്ടുക. എന്തൊരു കഷ്ടം അത്. സ്വാമി, ലോകം അങ്ങനെയാണ്. ലോകം അങ്ങനെ ആയിക്കോട്ടെ, ലോകത്തിനനുസരിച്ച് മാറാനിപ്പോൾ നമുക്ക് പറ്റുമോ?
നമുക്ക് നമ്മുടെ ഒരു നിലപാടുകളില്ലേ? എന്നിട്ട് കല്ലിൻ്റെ മുകളിൽ എഴുതി വെക്കും, ഇന്നാളുടെയും വകയായിട്ട് സംഭാവന ചെയ്തത്. എന്നിട്ട് പ്രദക്ഷിണം ചെയ്യുന്ന ആൾ ഓരോ പ്രദക്ഷിണത്തിലും സരസ്വതീനെ ചവിട്ടുക. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പറയുകയാണ് ഹ്രിയാദേയം, ലജ്ജയോടുകൂടി ദാനം ചെയ്യണം. ഇത്രയല്ലേ സാധിച്ചുള്ളൂ. അപ്പം പിന്നെ കീർത്തിക്കാനുള്ള ഒരു സ്വഭാവം ഉണ്ടാവില്ല. കീർത്തനേന ദാനപുണ്യം വിനശ്യതി, മനു പറയും. കീർത്തനം ചെയ്താൽ ദാനം ചെയ്ത പുണ്യമൊക്കെ പോവും. ദാനം ചെയ്ത് എന്ത് മഹത്വം ഉണ്ടോ അത് മുഴുവൻ എന്നത് ഞാൻ ചെയ്തു എന്ന് പറയുന്ന മാത്രയിൽ പോയി. അതെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഹ്രിയാദേയം വ്യക്തമാണല്ലോ. ഒരു സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ, കണ്ണൂരല്ലേ, കോഴിക്കോട് ജില്ലയിലാണ്, ഒരു ക്ഷേത്രത്തിൽ നമ്മളെ പ്രഭാഷണത്തിന് വിളിച്ചു. കുറേ മുമ്പാ, ഒരു 10-20 കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ്. 20 അല്ല, 20-ലധികമായി. അപ്പോൾ ഒരു ശിവക്ഷേത്രം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ശിവക്ഷേത്രത്തിലേക്കായിട്ട് കയറുമ്പോൾ ഗേറ്റിൻ്റെ മുകളിൽ വലുതായിട്ട്, മുകളിൽ ചെറുതായിട്ടുണ്ട് ഓം നമഃ ശിവായ, അതിന് തൊട്ട് താഴത്ത് വലുതായിട്ട് രവീന്ദ്രൻ വക. വക എന്നുള്ളത് ഒരു ഗേറ്റുമ്മലാണ്, രവീന്ദ്രൻ എന്നുള്ളത് വേറെ ഗേറ്റിലാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ശിവക്ഷേത്ര പറഞ്ഞിട്ട് ഇത് രവീന്ദ്രൻ്റെ ക്ഷേത്രമാണല്ലോ, ശിവക്ഷേത്രമാണെന്നല്ലേ നിങ്ങൾ ക്ഷണിച്ചപ്പോൾ പറഞ്ഞത്, ഇതിപ്പോൾ രവീന്ദ്രൻ വക ക്ഷേത്രമാണല്ലോ. അപ്പോൾ ഇവർക്ക് ആകെ പ്രശ്നമായി. കാരണം ഈ രവീന്ദ്രൻ കൂട്ടത്തിലുണ്ടേ, അയാൾ വലിയൊരു നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരനുമാണ്. അപ്പോൾ അയാളോട് ആരും മറുത്ത് പറയാറില്ല. അയാളുടെ മുമ്പിൽ എല്ലാവരും ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കുക. ഇതീ സ്വാമി എവിടുന്നോ വരികയും ചെയ്തിട്ട് നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിക്ക് എതിരായിട്ട് പറഞ്ഞല്ലോ എന്നുള്ള മട്ടിൽ അവർക്കാകെ ഒരു വിഷമം. പക്ഷെ ഇദ്ദേഹം നല്ല മനുഷ്യനാണ്, ഇദ്ദേഹം നല്ലൊരു മനുഷ്യൻ. ഇദ്ദേഹം പറഞ്ഞു, സ്വാമി ഞാനാണ് രവീന്ദ്രൻ, ഞാനൊരു അബദ്ധം ചെയ്തതാ, ഞാനിവിടെ എഴുതി വെപ്പിച്ചതാ, എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി, ഇന്ന് സ്വാമി പോണതിന് മുമ്പ് തന്നെ ഞാനത് മായ്ച്ചിരിക്കും. ഞാൻ അത് പറ്റില്ല, നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കൂടി തയ്യാറായിക്കോളൂ. ഓ എന്താ സ്വാമി പറഞ്ഞാൽ എനിക്കറിയില്ല ഇവിടെ എന്താ അത്യാവശ്യം വേണ്ടതെന്ന് ഇവരോട് ചോദിച്ചു നോക്കൂ. അതിൽ ഒന്നും എഴുതാതെ കൊടുക്കുക. പറഞ്ഞ പോലെ അദ്ദേഹം ചെയ്തു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. നമ്മൾ ചെറിയൊന്ന് ദാനം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വലിയ ദാതാവാന്ന് വിചാരിക്കും. സൂര്യനെ ഒന്ന് നോക്കൂ, മേഘങ്ങളെ ഒന്ന് നോക്കൂ, വായു ഭഗവാനെ നോക്കൂ, നദിയെ നോക്കൂ, സമുദ്രത്തെ നോക്കൂ. നമ്മൾ വല്ലോ ദാനം ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ലജ്ജയോടുകൂടി ദാനം ചെയ്യാം. ഭഗവാനെ ഇത്രയല്ലേ സാധിച്ചുള്ളൂ എന്നുള്ള ലജ്ജ നമുക്കുണ്ടാവണം. അങ്ങനെ വേണം ദാനം ചെയ്യാൻ. ശ്രദ്ധിക്കുക.